ഹലോ നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് കമലയുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം അലീനയെ വന്ന് നോക്കി നിൽക്കുന്ന മനുവിനെ കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എപ്പിസോഡ് അവസാനിച്ചത്. അതേ സീന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അലീനയെ ഇങ്ങനെ നോക്കുകയാണ്. അതേസമയം അലീന ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മെമ്മറിയിലേക്ക് വരികയാണ്. അലീനയ്ക്ക് ആ റൂമിൽ വെച്ചിട്ടുണ്ടായ സംഭവങ്ങളൊക്കെ ഓർത്തിട്ട് ആകെ ടെൻഷൻ ആയിക്കൊണ്ടാണ് അലീന ഉണരുന്നത് കേട്ടോ, ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. അപ്പോൾ കാണിക്കുന്നുണ്ട് ഹരിയും രോഹിതും കൂടി അലീനയെ ഉപദ്രവിക്കാൻ വരുന്നതും ആ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തിയ കാര്യം പറയുന്നതും രോഹിത് ആണെങ്കിൽ അലീനയുടെ നേരേക്ക് വരുന്നതും ഒക്കെ ഭാഗങ്ങൾ കാണിക്കുകയും ആ സമയത്ത് തന്നെ അലീനയുടെ കയ്യിൽ ഒരു കത്രിക കിട്ടുകയും അതുകൊണ്ട് തൻ്റെ തന്നെ വയറ്റിലേക്ക് ആഞ്ഞു കുത്തുകയും ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുകയാണ്. അതൊക്കെ കണ്ട് ഒരു ദുസ്വപ്നം പോലെ കണ്ട് ഞെട്ടി ഉണരുകയാണ് അലീന ചെയ്യുന്നത് കേട്ടോ. അതേസമയം നമ്മുടെ മനു അവിടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ അലീന തല ചെരിച്ച് നോക്കുമ്പോൾ കാണുന്നത് മനു റൂമിൽ ഇങ്ങനെ അലീനയെ തന്നെ നോക്കി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ കണ്ണ് 1-2 തവണ കണ്ണ് അടച്ചിങ്ങനെ തുറന്ന് മനുവിനെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ മനുവിനെ കണ്ടപ്പോൾ ഒന്ന് ചിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അലീന കണ്ണ് തുറന്നത് കണ്ടപ്പോൾ മനു പെട്ടെന്ന് തന്നെ വന്ന് അലീനയുടെ അടുത്ത കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പോൾ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, അതോ എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട മനുവേട്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന. അപ്പോൾ മനുവേട്ടൻ എങ്ങനെ ഇവിടെ വന്നു, മനുവേട്ടൻ എന്നൊക്കെ അലീന ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വർക്ക് സൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്കിള് വിളിച്ച് എന്നോട് കാര്യം പറഞ്ഞത്. പിന്നെ ഞാൻ ലീവ് എടുത്ത് ഇങ്ങോട്ടേക്ക് പോന്നു എന്ന് പറയാണ്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും ബുദ്ധിമുട്ടായി അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ട്, ഇതൊന്നും അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് പറയാണ് മനു. അപ്പോൾ അടുത്ത് വന്നിരുന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ സംസാരിക്കാനൊക്കെ സംസാരിക്കാനൊക്കെ പറ്റുമോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ, വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ മുറിവിൽ വേദനയുണ്ട് മനുവേട്ട എന്ന് പറയാണ് ചെറുതായിട്ട്. പിന്നെ എന്താണ് നിനക്ക് ശരിക്കും ഭയങ്കര ഉറക്കമാണല്ലോ, നിനക്ക് മയക്കം വിട്ട് ഉണരാൻ എന്താ ഇത്ര താമസം വരുന്നത്, അങ്ങനെ ഡോക്ടർ ഒരു ഡൗട്ട് പറഞ്ഞു എന്നൊക്കെ പറയാണ് മനു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് തൻ്റെ വയറ്റിൽ മുറിവേറ്റത് എന്ന് ചോദിക്കുമ്പോൾ മനുവേട്ട അത് ഞാൻ കസേരയിൽ കയറിയിട്ട് ആ കത്രിക കൊണ്ടൊരു നൂല് വെട്ടിക്കളയാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കസേര തെന്നി മറിഞ്ഞ് വീണതാണ്, അങ്ങനെ എൻ്റെ വയറ്റിൽ കൊണ്ടതാന്നൊക്കെ പറയുമ്പോൾ നീ അത് വേറെ ആരോടെങ്കിലും പറ അലീന, എന്നോട് പറയണ്ട, എൻ്റെ മുഖത്ത് നോക്കി നിനക്ക് അങ്ങനെ ഒരു കള്ളം പറയാൻ പറ്റത്തില്ല. മാത്രമല്ല നീ പറയുന്നത് കള്ളമാണെന്ന് എനിക്ക് ആദ്യം കേട്ടപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചതാണ്, എനിക്ക് മനസ്സിലായതാണ് നീ കള്ളമാണ് പോലീസിനോട് പറഞ്ഞത് എന്ന്. എന്നോട് നീ കള്ളം പറയണ്ട, മറ്റുള്ളവരെയൊക്കെ നിനക്ക് കള്ളം പറഞ്ഞ് നിർത്താനായിട്ട് പറ്റിയേക്കാം, പക്ഷേ എന്നോട് നിനക്കതിന് പറ്റില്ല. നിൻ്റെ മുഖത്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും നീ സത്യമാണോ കള്ളമാണോ പറയുന്നതെന്ന്. നീ എന്തിനാണ് മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന വല്ലാതാവുന്നുണ്ട് കേട്ടോ. അത് മനുവേട്ട അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി അത്രയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു എന്നിൽ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നീ എന്നോട് സത്യം പറയണം, എന്താണ് ഉണ്ടായത് എന്ന് എന്നോട് പറയണം എന്ന് പറയാണ് മനു. അപ്പോൾ അലീന പറയുന്നുണ്ട്, മനുവേട്ട അത് ഞാൻ പറയാം, പക്ഷേ മനുവേട്ടൻ മറ്റാരോടും ഇക്കാര്യം പറയരുത് എന്ന് പറയാണ് അലീന. അന്നേരം മനു പറയുന്നുണ്ട്, മറ്റൊരാളോട് അത് പറയണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, ആദ്യം കാര്യം എന്താണെന്ന് ഞാൻ കേൾക്കട്ടെ, അതിനുശേഷം ഞാൻ തീരുമാനിച്ചോളാം മറ്റൊരാളോട് പറയണോ വേണ്ടയോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അല്ല മനുവേട്ട എനിക്ക് വാക്ക് തരണം, ആരോടും പറയത്തില്ല എന്ന് എനിക്ക് വാക്ക് തരണം, എന്നാലേ ഞാൻ പറയുള്ളൂ എന്ന് പറയാണ്. നീ ആദ്യം കാര്യം പറ, ഞാൻ ആരോടും പറയണോ വേണ്ടോ എന്ന് ഞാൻ എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറയണം വീണ്ടും മനു. അങ്ങനെ അലീന പറയുന്നുണ്ട്, ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അന്ന് മനുവേട്ടൻ പോയില്ലേ, ആ സമയത്ത് രോഹിത് അതിന് മുൻപ് പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ രോഹിത് ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ പോകുന്നുണ്ടായിരുന്നു, പക്ഷെ അവൻ എന്തോ ഒരു കള്ളത്തരം ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ് മനു. രോഹിത് പോയി, അത് കഴിഞ്ഞ് മനുവേട്ടനും പോയതിന് ശേഷം ഞാൻ കതകൊക്കെ അടച്ച് എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിത് തിരിച്ചു വന്നു, ക്ലാസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു എന്ന് പറയാണ്. അതിനുശേഷം എന്നോട് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞു, അത് ഞാൻ കൊണ്ടുപോയി കൊടുക്കാനായിട്ട് റൂമിലേക്ക് പോയതാണ്. പോയി താഴേക്ക് അതിനിടയ്ക്ക് എന്നെ രേവതിക്കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. രേവതിക്കുട്ടി വിളിച്ചപ്പോൾ
ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രോഹിത്ത് വന്നിട്ടുണ്ട്, രോഹിത്തിന് ഞാൻ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി റൂമിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് വെച്ചത്. അവൾ എന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ടായിരിക്കും, എന്നെ കിട്ടാഞ്ഞിട്ട് വിഷമിക്കുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറയണം. അതൊന്നും സാരമില്ല, അവളെ ഞാൻ വിളിച്ചോളാം, നീ എന്താണ് ഉണ്ടായതെന്ന് ബാക്കി പറ എന്ന് മനു പറയുമ്പോൾ അലീന പിന്നീട് റൂമിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. ജ്യൂസ് കുടിച്ചിട്ട് രോഹിത്ത് തറയിൽ തുപ്പിയതും എന്നിട്ട് അവളെ കൊണ്ട് കുടിപ്പിച്ചതും ആ സമയത്ത് ഹരി അവിടെ ഉണ്ടായിരുന്ന കാര്യവും പിന്നീട് അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് അലീന. അപ്പോൾ അതൊക്കെ കൂടി കേട്ടപ്പോൾ മനുവിന് ഇങ്ങോട്ട് ദേഷ്യം ഇരച്ച് കയറി കേട്ടോ. മനു മുഷ്ടിയൊക്കെ ചുരുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അലീന പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടിട്ട് മനുവിന് സഹിക്കാൻ പറ്റുന്നില്ല, അത്രയും ദേഷ്യം ഇങ്ങോട്ട് ഇരച്ച് കയറുകയാണ്. അപ്പോൾ അലീന ഇങ്ങനെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രോഹിത്ത് എൻ്റെ നേരേക്ക് കൈ നീട്ടിയും കൊണ്ട് വന്നു. എനിക്ക് വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല മനുവേട്ട, എനിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? ആ 2 ആൺകുട്ടികളുടെ കൂടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വഴി എങ്ങനെയെങ്കിലും എന്നെ ഉപദ്രവിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുവഴി മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. മരിച്ചു പോയാലും എനിക്ക് മാനം പോവത്തില്ലല്ലോ മനുവേട്ട, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയാണ് അലീന. അതുകൊണ്ടാണ് ആ കത്രിക എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ആദ്യം ഞാൻ അവരുടെ നേരെ വീശിയെങ്കിലും അത് അവർക്ക് ഏൽക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് തന്നെ കുത്തി കയറ്റുകയാണ് ചെയ്തത് എന്ന് പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് മനു ഒരു തരിച്ചിരിക്കണം, ആകെ ഒരു മരവിച്ചൊരവസ്ഥയിലാട്ടോ മനു അവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും അലീനയ്ക്ക് സംഭവിച്ചു പോയല്ലോ. അതാരാണ് ചെയ്തത്? തൻ്റെ അനുജന്മാർ. രോഹിത്താണെങ്കിലും തൻ്റെ അനുജനാണ്, ഹരി തൻ്റെ സ്വന്തം അനുജനാണ്, രോഹിത്തും തൻ്റെ അനുജനാണ്. ആ തൻ്റെ അനുജന്മാരാണ് ഒരു പെൺകുട്ടിയോട് ഇത്രയും നീചമായ ഒരു പ്രവൃത്തി ചെയ്തേക്കുന്നത്. അതൊക്കെ കൂടി ഓർത്തിട്ട് നമ്മുടെ മനുവിൻ്റെ ശരീരം ഇങ്ങനെ ഇരച്ച് കയറട്ടോ, ദേഷ്യം ഇരച്ച് കയറുകയാണ്. അവരെ 2 പേരെയും ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മനു ഉറപ്പാണ് തല്ലി ചതച്ചിട്ടുണ്ടാകും 2 പേരെയും. അത്രയും ദേഷ്യം ഇരച്ച് കയറിയാണ്. പെട്ടെന്ന് മനുവിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. മനു ആണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പൊട്ടിക്കരയാട്ടോ. മനു അങ്ങോട്ട് മാറി നിന്നിട്ട് അലീനയ്ക്ക് അത് കണ്ടിട്ട് ഭയങ്കര വിഷമാവുന്നുണ്ട്. മനു ഇങ്ങനെ സങ്കടപ്പെടുന്നത് കണ്ടിട്ടോ. അപ്പോൾ അലീന മനുവേട്ട എന്താ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു ഒന്നും മിണ്ടാതെ ഇങ്ങനെ സങ്കടം സഹിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അലീന കാണാതിരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മനു കരയാണ് എന്നുള്ളത്. അപ്പോൾ മനുവേട്ട എന്താ ഇത്? മനുവേട്ട എനിക്കൊന്നും പറ്റിയില്ലല്ലോ, ഞാൻ രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു ആണെങ്കിൽ പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുക കേട്ടോ, അലീനെ കാണാതിരിക്കാനായിട്ട്. അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് മനു ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് ഇങ്ങനെ കരയാണ് മനു ചെയ്യുന്നത്. അങ്ങനെ അതിന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റൂമിലേക്ക് ചെല്ലുകയാണ് മനു. റൂമിലേക്ക് ചെന്നിട്ട് അലീന ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കുക. അപ്പോൾ മനു റൂമിലേക്ക് കയറി വരുമ്പോൾ അലീന നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് റൂമിൽ വന്നിട്ട് അടുത്ത് വന്നിരുന്നിട്ട് ആ കൈയൊക്കെ പിടിച്ച് വെച്ചിട്ട് ഇങ്ങനെ തലോടി കൊടുക്കണം തലയിൽ. നീ ഇത്രയൊക്കെ സഹിച്ചല്ലോ, നിനക്ക് എവിടുന്ന് കിട്ടിയ ധൈര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ മനുവേട്ട, നമ്മൾ ജീവൻ വേണമെങ്കിൽ പോകുന്നത് തടയാനായിട്ട് നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷേ മാനം നഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. മാനം നഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നതിലും നല്ലത് മരണമല്ലേ മനുവേട്ട. അതുകൊണ്ടാണ് ഞാൻ അതിന് ശ്രമിച്ചത്. എനിക്ക് മാനം നഷ്ടപ്പെട്ടിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതും ആരാണ്? ഞാൻ അനുജന്മാരെ പോലെ കാണുന്ന ആൾക്കാരാണ് എൻ്റെ അടുത്തേക്ക് അങ്ങനെ ചെയ്യാനായിട്ട് വരുന്നത്. അതുകൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അവിടെ വേറെ വഴിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അലീന ഇങ്ങനെ കരയുമ്പോൾ മനു ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മനു ഒന്ന് കൂളായിട്ടാണ് പിന്നീട് അലീനയുടെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ മനു അലീനയെ വീണ്ടും ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്താണെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ബാലചന്ദ്രൻ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്കും ഒക്കെ പോകാനായിട്ട് റെഡിയായിട്ട് ഇങ്ങനെ വരിക കേട്ടോ. അപ്പം വൈജയന്തി വീണ്ടും ഉടക്കാനായിട്ട് വരുന്നുണ്ട്. വൈജയന്തി ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയട്ടോ. ബാലചന്ദ്രൻ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്? അവിടെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരെ? അല്ല, എന്തിനാണ് അവളെ അവിടെ കൊണ്ടുപോയി ഇട്ടേക്കുന്നത്? എത്ര രൂപയാണ് ചിലവാകുന്നത് എന്നറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനെന്താ, നീയല്ലല്ലോ ചിലവാക്കുന്നത്, ഞാനല്ലേ. ബാലചന്ദ്രൻ്റെ കാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും മക്കൾക്കും അവകാശപ്പെട്ടതല്ലേ, അത് വേറൊരുത്തിക്ക് വേണ്ടി ഇങ്ങനെ ചിലവാക്കാനായിട്ട് എന്നൊക്കെ പറയണം വൈജ. എൻ്റെ വൈജയെ, നിനക്ക് തീരെ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു ഇതില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. അതല്ല ഉദ്ദേശിച്ചത്. അവളെ വല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വല്ല താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ചികിത്സിച്ചാൽ പോരായിരുന്നോ? അവിടെയും ചികിത്സിക്കുന്നത് മനുഷ്യന്മാർ തന്നെയല്ലേ. പിന്നെ എന്തിനാണ് ഇത്രയും ഒരു ഹൈഫൈ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ
സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. എന്തോരം കാശാണ് ബില്ലായിട്ട് വരിക. അതിൻ്റെ വല്ല ചിന്തയും ബാലചന്ദ്രൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ പോകുമോ, നീ ഇന്നേ വരെ പോയിട്ടുണ്ടോ താലൂക്ക് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് എന്ന് ചോദിക്കണം. എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഞാൻ കൈതക്കൽ മാളിക വീട്ടിലെ കുട്ടിയാണ്. എനിക്ക് അതിൻ്റേതായ ഒരു അന്തസ്സും സ്റ്റാറ്റസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പിന്നെ ഞാൻ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുപോലെയാണ് ഒരു വേലക്കാരി എനിക്ക് ചിലവാക്കാനായിട്ട് എൻ്റെ കയ്യിൽ കാശുണ്ട്, ബാലേന്ദ്രൻ്റെ കയ്യിൽ കാശുണ്ട്. പിന്നെ ഞാൻ എന്തിനാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ രോഗികളുടെ ഇടയിൽ പോയി ക്യൂ നിന്ന് അങ്ങനെ കഷ്ടപ്പെടുന്നത്? അതിൻ്റെ ആവശ്യം എനിക്കില്ല. എന്നെ കെയർ ചെയ്യാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ട് എന്ന് പറയാട്ടോ. അപ്പോൾ ആ സമയത്ത് ദേഷ്യം വന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ അലീനയെ കെയർ ചെയ്യാനായിട്ട് 2 കെയർ ടേക്കേഴ്സ് ഉണ്ട്, ഒന്ന് ബാലചന്ദ്രൻ മേനോനും ഒന്ന് മനുശങ്കർ മേനോനും എന്ന് പറയാണ് ബാലചന്ദ്രൻ കേട്ടോ. അത് കേട്ടിട്ട് വൈജയ്ക്ക് ദേഷ്യം ഒക്കെ ആകെ അമ്പരപ്പം വരികയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുക കേട്ടോ. ദേഷ്യപ്പെട്ടുകൊണ്ട് പോവുകയാണ്. ആകെ വാ പൊളിച്ചിങ്ങനെ നിൽക്കുകയാണ് വൈജയന്തി കേട്ടോ. അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയാണ്. മുത്തശ്ശി ഇങ്ങനെ അലീനയുടെ വിവരങ്ങളൊന്നും അറിയാഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് മുത്തശ്ശി. എന്നിട്ട് വൈജയന്തിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. വൈജയന്തി ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോൾ വൈജ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ എന്താ അമ്മ ഇവിടെ നിന്ന് വിളിച്ചു പോകുന്നത്? എനിക്ക് എന്തോരം ജോലിയാണെന്ന് അറിയാവോ അവിടെയുള്ളത് എന്നൊക്കെ പറയുമ്പോൾ, എന്താണ് ഹോസ്പിറ്റലിലെ വിവരങ്ങൾ? ആ കൊച്ചിന് എന്തെങ്കിലും മാറ്റം വന്നോ? ആ കൊച്ചിന് ബോധം വന്നോ? അവൾ എന്തെങ്കിലും സംസാരിച്ചോ? എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മ അവൾക്ക് ബോധമൊക്കെ വന്നു, അവളുടെ കയ്യിലിരിപ്പോണ്ട് സംഭവിച്ചതാണത്. അവളുടെ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങനെ കത്രിക വയറ്റിലേക്ക് കൊണ്ടതാണ് എന്നാണ് അവൾ പോലീസിന് കൊടുത്ത മൊഴി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വൈജ. അതെങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെ അങ്ങനെ കയ്യിലേക്ക് അവളുടെ വയറ്റിലേക്ക് മുറിവായി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്താ ഇവിടെ സംഭവിച്ചത്? എനിക്കും അത്ര വിശ്വാസമൊന്നുമില്ല അമ്മ അവൾ പറഞ്ഞതിൽ. അവളുടെ കള്ളക്കാമുകന്മാരാരോ ഇവിടെ വന്നിട്ടുണ്ട്. അവരിൽ നിന്ന് എന്തോ അപകടം പറ്റിയത് തന്നെയാണ്, അല്ലാതെ അവളുടെ കയ്യിൽ നിന്ന് കൊണ്ടതോ ആവാനൊന്നും സാധ്യതയില്ല എന്നൊക്കെ പറയുമ്പോൾ, എന്തൊക്കെ ഇല്ലാക്കഥകളാണ് വൈജി നീ പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് പറയണം. എന്താണെങ്കിലും ഈ ഇല്ലാക്കഥ ഞാൻ പൊളിക്കും. എനിക്ക് കുറച്ച് കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്. എന്താണെങ്കിലും ഞാൻ ഇതൊക്കെ പൊളിക്കും എന്ന് പറയണ വൈജ. പിന്നീട് ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ മനു അലീനയുടെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ വരുന്നത്. അങ്ങനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ റൂം നമ്പറൊക്കെ മനു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റൂമിലേക്ക് കയറി വരികയാണ് ബാലചന്ദ്രൻ. അങ്ങനെ ബാലചന്ദ്രനെ കണ്ടതും അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ. അപ്പം കരയാനൊക്കെ തുടങ്ങുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ അടുത്തേക്ക് വന്നിട്ട് തലയിൽ കൈ വെച്ചുകൊണ്ട് ഇങ്ങനെ തലോടിയും കൊണ്ട് സംസാരിക്കുന്നുണ്ട്. എന്ത് പറ്റിയതാ മോളെ നിനക്ക്? നീ ഒന്ന് ശ്രദ്ധിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണ്ടേ? ഇത്ര റിസ്ക് എടുത്തിട്ട് നീ ഇതിനെ ഓരോ ജോലി ചെയ്യുന്നത്? ഒരു സാധാരണ രീതിയിൽ ചെയ്തു പോയാൽ മതി എന്നൊക്കെ പറയാട്ടോ. അതൊക്കെ കേട്ടിട്ട് മനുവിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കാട്ടോ. കാരണം സത്യം മനു അറിഞ്ഞേക്കാണല്ലോ. ബാലചന്ദ്രൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ പറയുമ്പോൾ അലീന അങ്ങനെ കരയട്ടോ. കണ്ണിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. സോറി സാർ എന്നൊക്കെ പറയുന്നുണ്ടോ. സാറിന് ബുദ്ധിമുട്ടായല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്ത് ബുദ്ധിമുട്ട്? ഇത് ബുദ്ധിമുട്ടായതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ പറഞ്ഞത്. നിനക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ മോളെ. നിനക്ക് ഇങ്ങനെയൊക്കെ വരാതിരിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളല്ലേ ഉള്ളൂ, വേറെ ആരും നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല എന്നൊക്കെ പറയണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല സാർ, അറിയാതെ സംഭവിച്ചു പോയതാന്ന് പറയുമ്പോൾ, അതേ അറിയാതെ സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് റിസ്ക് എടുത്തുള്ള ജോലിയൊന്നും ചെയ്യണ്ട, ഒരു നോർമൽ രീതിയിലൊക്കെ പോയാൽ മതി. വൈജ അത് ഇത് എന്നൊക്കെ ഒരുപാട് ജോലികൾ പറയും. എന്നാലും ഇവിടെ ഒരുപാട് ജോലിക്കാരികൾ നിന്നിട്ടുണ്ട്. അവരൊക്കെ വൈജ പറയുന്ന എല്ലാ ജോലികളൊന്നും അവരൊന്നും ചെയ്യത്തില്ല. അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുള്ള ജോലികൾ മാത്രമേ ചെയ്യുള്ളൂ. നീ അതുപോലെയൊക്കെ ചെയ്താൽ മതി എന്ന് പറയാണ് അലീന. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഡോക്ടർ ശർമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ശർമ്മയും മറ്റ് ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് അലീനയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പം മനുവിനോടും ബാലചന്ദ്രനോടും പുറത്തേക്ക് പോകാനും പറയുന്നുണ്ട് സിസ്റ്റേഴ്സ്. അങ്ങനെ അവർ പുറത്തേക്ക് പോയ സമയത്ത് അലീനയെ പരിശോധിക്കുകയാണ്. അപ്പം ശർമ്മയും അലീനയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശർമ്മ ഡോക്ടറെ കണ്ടപ്പോൾ അലീന ആകെ അമ്പരന്ന് പോവുകയാണ്. അപ്പം ശർമ്മ ഡോക്ടർ പറയുന്നുണ്ട്, ഞാനാണ് നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അത് ബാലചന്ദ്രൻ തന്നെ നേരത്തെ പറയുന്നുണ്ട് കേട്ടോ. ശർമ്മ ഡോക്ടർ ആ റൂമിലേക്ക് വന്ന സമയത്ത് അലീനയോട് പറയുന്നുണ്ട്, ഡോക്ടറാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ഡോക്ടർ മാത്രമല്ല, നിന്നെ ഡോക്ടറുടെ കൺമുന്നിൽ കാണിച്ചു കൊടുത്തത് ഡോക്ടറുടെ പട്ടിയില്ലേ, ആ ഡോഗ്, ആ റിങ്കു ആണ് കാണിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വളരെ സ്നേഹത്തോടെ നന്ദിയോടെ അലീന ഇങ്ങനെ ഡോക്ടറെ നോക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനും
മനുവും പുറത്തിറങ്ങിയ സമയത്ത് ഡോക്ടർ ഇങ്ങനെ അലീനയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചത്, തൻ്റെ കയ്യിൽ നിന്ന് കത്തി കൊണ്ടത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഡോക്ടർ എന്ന് പറയാണ്. അതിലെന്തൊക്കെയോ സംശയങ്ങളുണ്ട് ഞങ്ങൾക്ക്, എനിക്ക് ഒരു ഡൗട്ടുണ്ട്, നിൻ്റെ ശരീരത്തിൽ എന്തോ ഒരു മയക്ക് മരുന്ന് പോലെയുള്ള നീ ഉറക്ക ഗുളിക കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല ഡോക്ടർ എന്ന് പറയുമ്പോൾ അങ്ങനെ എന്തോ ഒരു മയക്ക് മരുന്ന് സാധനം നിൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്, അതെന്താണെന്ന് ചോദിക്കണം. അപ്പോൾ അലീന ആകെ അമ്പരന്ന് പോകട്ടെ, എന്ത് പറയും എന്നോർത്തിട്ട് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പറയുന്നുണ്ട് ഞാൻ തലവേദനയ്ക്ക് ഒരു ഗുളിക എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ഗുളിക മാറിപ്പോയതായിരിക്കും എന്ന് അലീന ഒരു കള്ളം പറയാണ്. എന്നാൽ പിന്നെ അങ്ങനെയായിരിക്കുമെന്ന് ഡോക്ടർ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഡോക്ടർ പുറത്തിറങ്ങിയതിന് ശേഷം മനുവിനോടും ബാലചന്ദ്രനോടും പറയുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നോർമലായിട്ട് വരുന്നുണ്ട്, മുറിവിനി ഉണങ്ങാൻ എന്തായാലും കുറച്ച് ദിവസം എടുക്കും, ആഴത്തിലുള്ള മുറിവിൽ സ്റ്റിച്ച് ഇട്ടേക്കില്ലേ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്താണെങ്കിലും കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്ന് പറയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, മനു ഇന്നലെ രാത്രി ഇവിടെ ഇരുന്നതിൽ ആകെ മുഷിഞ്ഞിരിക്കില്ല, വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ പോര്, തൽക്കാലം ഞാൻ ഇവിടെ ഇരുന്നോളാം. അപ്പോൾ അങ്കിളിന് കടയിലേക്ക് പോകണ്ടേ, ഷോപ്പിലേക്ക് പോകണ്ടേന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഷോപ്പിലൊന്ന് കയറിയിട്ടാണ് വന്നത്, ഞാൻ ഇന്ന് ലീവ് ആക്കിയേക്കാണ്, ഞാൻ ഇന്ന് അങ്ങോട്ടേക്ക് പോകുന്നില്ല, ഇനി വൈകുന്നേരം പോകുന്ന വഴി ഒന്ന് കയറിയിട്ട് പോയാൽ മതി, ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ശരി അങ്കിൾ, ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് മനു വീട്ടിലേക്ക് പോകുന്ന ഭാഗമൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് മിക്കവാറും അവസാനിക്കുന്നത്. പിന്നെ രേവതിക്കുട്ടിയുടെ സീനും കാണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. രേവതിക്കുട്ടി അലീനയുടെ വിവരങ്ങളൊന്നും അറിയാതെ വിഷമിക്കും, ഒരു പക്ഷേ രേവതിക്കുട്ടിയെ മനു വിളിക്കുന്ന ഭാഗങ്ങളും കാണിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നീട് നാളത്തെ എപ്പിസോഡിലായിരിക്കും മിക്കവാറും മനു വീട്ടിൽ വന്നിട്ട് ഹരിക്കിട്ട് പൊട്ടിക്കുന്ന സീനൊക്കെ കാണാൻ സാധ്യതയുള്ളത്. എന്താണെങ്കിലും ആ സീന് കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഹരിയെ പഞ്ഞിക്കിടുന്ന സീന് കാണാനാണ്, മനു ഹരിയെ നന്നായിട്ട് പെരുമാറുന്ന സീന് കാണാനാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.